ഡേ ടു ഡേ ഇംഗ്ലീഷിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നാം വുഡ് ലൈക്ക് ടു ഉപയോഗിച്ചുള്ളതായ സെൻറ്റൻസുകളാണ് പ്രാക്ടീസ് ചെയ്യാൻ പോകുന്നത്. എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുവാൻ താല്പര്യമുണ്ട് അല്ലെങ്കിൽ ആഗ്രഹമുണ്ട് എന്ന് പറയുവാൻ വേണ്ടിയാണ് നാം ഇംഗ്ലീഷിൽ വുഡ് ലൈക്ക് ടു ഉപയോഗിക്കുന്നത്. നമ്മുടെ ഡെയിലി ലൈഫിൽ ഒത്തിരി കാര്യങ്ങൾ ചെയ്യാൻ താല്പര്യമുണ്ട് അല്ലെങ്കിൽ ആഗ്രഹമുണ്ട്, താല്പര്യമില്ല അല്ലെങ്കിൽ താല്പര്യമില്ലേ എന്നൊക്കെ ചോദിക്കുകയും പറയുകയും ചെയ്യേണ്ടതായ അവസരങ്ങൾ ഉണ്ടാകാറില്ലേ? ഇതിനൊക്കെയായിട്ട് നമുക്ക് വുഡ് ലൈക്ക് ടു പഠിച്ചു വയ്ക്കാം. സെൻറ്റൻസുകൾ നമുക്ക് മനസ്സിലാക്കാം. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു അല്ലെങ്കിൽ എനിക്ക് പറയാൻ താല്പര്യമുണ്ട്. ഇതെങ്ങനെ നമുക്ക് പറയുവാൻ കഴിയും? നമുക്കറിയാം, ഞാൻ എന്നുള്ളതിന് ഐ, താല്പര്യമുണ്ട് അല്ലെങ്കിൽ ആഗ്രഹിക്കുന്നു എന്നുള്ളതിന് നാം ഇപ്പോൾ പഠിച്ചു കഴിഞ്ഞു. വുഡ് ലൈക്ക് ടു എന്നാണ്. വുഡ് ലൈക്ക് ടു പറയാൻ, വുഡ് ലൈക്ക് ടു സേ. ഐ വുഡ് ലൈക്ക് ടു സേ, ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ഐ വുഡ് ലൈക്ക് ടു സേ. അടുത്തത്, എനിക്ക് പാടാൻ താല്പര്യമുണ്ട്. അതെങ്ങനെ പറയാം? എനിക്ക് ഐ താല്പര്യമുണ്ട്, വുഡ് ലൈക്ക് ടു എന്തിന്? പാടാൻ. would like to sing. I would like to sing. I would like to sing. എനിക്ക് TV കാണാൻ ആഗ്രഹമുണ്ട്. I would like to watch TV. I would like to watch TV. ഒരു കപ്പ് കോഫി ഓർഡർ ചെയ്യുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. I would like to order a cup of tea. I would like to order a cup of tea. അടുത്ത ആഴ്ച മ്യൂസിയം സന്ദർശിക്കാൻ അവൾ ആഗ്രഹിക്കുന്നു. ഷീ വുഡ് ലൈക്ക് ടു വിസിറ്റ് ദ മ്യൂസിയം നെക്സ്റ്റ് വീക്ക്. ഷീ വുഡ് ലൈക്ക് ടു വിസിറ്റ് ദ മ്യൂസിയം നെക്സ്റ്റ് വീക്ക്. എനിക്ക് ഗിറ്റാർ വായിക്കാൻ ആഗ്രഹമുണ്ട്. ഐ വുഡ് ലൈക്ക് ടു പ്ലേ ഗിറ്റാർ. ഐ വുഡ് ലൈക്ക് ടു പ്ലേ ഗിറ്റാർ. അടുത്ത മാസം നടക്കുന്ന കോൺഫറൻസിൽ പങ്കെടുക്കാൻ അവൾ ആഗ്രഹിക്കുന്നു. She would like to attend the conference next month. She would like to attend the conference next month. അവർ പ്രൊജക്റ്റ് നിങ്ങളുമായി ചർച്ച ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു. They would like to discuss the project with you. They would like to discuss the project with you. ഞാൻ ഡിന്നറിന് പിസ്സ കഴിക്കാൻ ആഗ്രഹിക്കുന്നു. I would like to eat pizza for dinner. I would like to eat pizza for dinner. സ്കൂൾ കഴിഞ്ഞ് വീഡിയോ ഗെയിംസ് കളിക്കാൻ അവൻ ആഗ്രഹിക്കുന്നു. He would like to play video games after school. He would like to play video games after school. ശനിയാഴ്ച പാർക്ക് വിസിറ്റ് ചെയ്യുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. We would like to visit the park on Saturday. We would like to visit the park on Saturday. ഉറങ്ങുന്നതിന് മുമ്പ് ഒരു കഥ വായിപ്പാൻ അവൾ ആഗ്രഹിക്കുന്നു. She would like to read a story before bedtime. She would like to read a story before bedtime. അവർ ബീച്ചിൽ പോകാൻ ആഗ്രഹിക്കുന്നു. They would like to go to the beach. They would like to go to the beach. ഒരു മഴവില്ലിൻ്റെ ചിത്രം വരയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു അല്ലെങ്കിൽ എനിക്ക് താല്പര്യമുണ്ട്. I would like to draw a picture of a rainbow. I would like to draw a picture of a rainbow. മനസ്സിലായില്ലേ? ഇനി അടുത്തത്, ഇന്ന കാര്യം ചെയ്യുവാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ അല്ലെങ്കിൽ ആഗ്രഹമുണ്ടോ എന്ന് ചോദ്യ രൂപേണ എങ്ങനെ ചോദിക്കാമെന്ന് നോക്കാം. ഇന്ന് രാത്രി അത്താഴത്തിന് ഞങ്ങളോടൊപ്പം ചേരാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? അതെങ്ങനെ ചോദിക്കാം? ഇന്ന് രാത്രി അത്താഴത്തിന് ഞങ്ങളോടൊപ്പം ചേരാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? ചോദ്യം ചോദിക്കുമ്പോൾ ആദ്യം വുഡ് ഉപയോഗിക്കണം, അതിനുശേഷം സബ്ജക്റ്റ് ഏതാണോ അവ ഉപയോഗിക്കുക. ദെൻ ലൈക്ക് ടു. വുഡ് യു ലൈക്ക് ടു ജോയിൻ us for dinner tonight? Would you like to join us for dinner tonight? ഇന്ന് രാത്രി അത്താഴത്തിന് ഞങ്ങളോടൊപ്പം ചേരാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? Would you like to join us for dinner tonight? നിങ്ങൾക്ക് പാർക്കിൽ നടക്കാൻ പോകാൻ താല്പര്യമുണ്ടോ? Would you like to go for a walk in the park? Would you like to go for a walk in the park? Would you like to
go for a walk in the park? ശനിയാഴ്ച പാർട്ടിക്ക് വരാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? Would you like to come to the party on Saturday? Would you like to come to the party on Saturday? Would you like to come to the party on Saturday? അവൻ പോകാൻ ആഗ്രഹിക്കുന്നുണ്ടോ? Would he like to go? Would he like to go? അവൻ പോകാൻ ആഗ്രഹിക്കുന്നുണ്ടോ? Would he like to go? അവൾ വരാൻ ആഗ്രഹിക്കുന്നുണ്ടോ അല്ലെ താല്പര്യമുണ്ടോ? Would she like to come? Would she like to come? അവൾ വരാൻ ആഗ്രഹിക്കുന്നുണ്ടോ? അവൾക്ക് വരാൻ താല്പര്യമുണ്ടോ? Would she like to come? മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി നിങ്ങൾക്ക് താല്പര്യമുള്ള സെൻറ്റൻസുകൾ വുഡ് ലൈക്ക് ടു ഉപയോഗിച്ച് ഉണ്ടാക്കി പ്രാക്ടീസ് ചെയ്യുമല്ലോ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. കാണാം നമുക്ക് അടുത്ത വീഡിയോയിൽ.